ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വറുത്തരച്ച ചിക്കൻ കറി ഉണ്ടാക്കി നോക്കാം. ചട്ടി ചൂടാക്കാൻ വയ്ക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ഉലുവ ചേർക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുന്നു. അതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ഇത് അരക്കപ്പോളം തേങ്ങയിട്ട് ഈ തേങ്ങ നമുക്ക് നന്നായി വറുത്തെടുക്കണം. തേങ്ങ കുറച്ച് നേരം വറുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 കൊച്ചുള്ളി, ഇഞ്ചി വെളുത്തുള്ളി, ഒരു 3-4 കഷ്ണം വീതം, കുറച്ച് ഏലക്ക, ഞാൻ ഏലക്കയുടെ മണി മാത്രമേ ഇടുന്നുള്ളൂ, ഗ്രാമ്പൂ, ഒരു 2 കഷ്ണം പട്ട, ഇതും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ല ചുവന്ന കളറിൽ വറുത്തെടുക്കുക. ഏകദേശം തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പെരിഞ്ജീരകം പൊടിച്ചത് 1 സ്പൂൺ, ഒരു സ്പൂൺ മുളക് പൊടി. ഇനി കുറച്ച് നേരം പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ അതും കൂടി ഒന്ന് വറുത്തെടുക്കുക. കുരുമുളക് പൊടിയുടെ ആവശ്യം കൂടുതലുള്ളവർക്ക് എരിവ് വേണം എന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. പൊടി നന്നായി വറുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് അരച്ചെടുക്കാം. ആ പാനിൽ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് സവാള ചേർക്കാം. ഞാനിത് 1 സവാളയാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. സവാള നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തീ കൂട്ടി വെച്ച് തന്നെയാണ് വഴറ്റേണ്ടത്. സവാള കുറച്ചൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1 പച്ചമുളക്, കുറച്ച് തക്കാളി, 1 തക്കാളി ചേർത്താൽ മതിയാകും. 1 സവാളയാണ് എടുത്തിരിക്കുന്നത്, അപ്പം 1 തക്കാളി ചേർത്താൽ മതി. ഇനി കുറച്ച് നേരം കൂടി വഴണ്ട് വരട്ടെ. കുറച്ച് നേരം നമുക്ക് അടച്ചു വയ്ക്കാം. സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഒരുവിധം വഴണ്ട് വന്നു കഴിഞ്ഞു. ഇതിലേക്ക് നമുക്കിപ്പോൾ ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർക്കാം. ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കഷ്ണങ്ങൾ ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതായിരിക്കും നല്ലത്. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ചിക്കൻ്റെ നിറം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ അടച്ച് വയ്ക്കുക. ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന വറുത്ത തേങ്ങ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിനകത്തോട്ട് ചേർക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. വറുത്തരച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്.
നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് മാറ്റാവൂ. അങ്ങനെ ഇരിക്കട്ടെ. കുറച്ചുകൂടി എണ്ണ തെളിഞ്ഞ് വരും, ഒരു 10 മിനിറ്റ് കൂടി കഴിയുമ്പോൾ.